പൊള്ളുന്ന നോവിനാലുള്ളം കാരിയുന്നു പെരിയോനേ നിന്നിൽ ശുക്രോതുന്നു കനിവിൻ തുള്ളിക്കായെന്നും ഞാൻ കൈനീട്ടുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മളെ ലേഹ്യം വരകിൻ്റെ ബാക്കി വീഡിയോസുകളാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ ആവശ്യക്കാർ വാട്സപ്പിൽ വന്നോളിയും. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോസ് പറഞ്ഞാൽ അതിൽ ഞങ്ങൾ കൂട്ടം വർത്താനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വാപ്പുവിൻ്റെ രസകരമായ കുറേ വർത്താനങ്ങളും ചിരികളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ലേഹ്യത്തിൻ്റെ റിസൾട്ടുകളും അതിൽ 1-2 വോയിസുകളുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് കേട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിച്ചിട്ടോ. നമ്മളെ ലേഹ്യത്തിന് എന്തൊക്കെ റിസൾട്ട് എന്ന് ചോദിച്ചാൽ, മുടി കൊഴിച്ചിലിൻ്റെ ഒരു മാറ്റം, അതേമാതിരി മുഖം ഒരു ഗ്ലോ ആവാൻ, അതേപോലെ തന്നെ കുട്ടികൾ ഒട്ടി ഉണങ്ങിയും കൊണ്ടുണ്ടാവില്ല, തടി മെലിഞ്ഞ് ഭക്ഷണം കഴിച്ചാതെ അവർക്ക് ഭക്ഷണം കഴിക്കാനും ഒരു ഉന്മേഷത്തിനും ഒക്കെ പറ്റുന്ന ലേഹ്യമാണ് കേട്ടോ ഈ നട്സിന്റെ ലേഹ്യം. ഞാൻ തള്ളയിക്കുറിച്ച് എന്താ എന്റെ മാഷ് നല്ല മാഷാണ്. മാഷ് ഈ വീഡിയോ കാണണ്ടേ മാഷേ? ഹായ്. ഏത് സ്കൂളിലാടാ? പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി. ഞാൻ കൊറേ തച്ചു കൊല്ലം പത്തനംതിട്ട അവിടെ അല്ല. എന്തിനാക്ക് തല്ലിട്ടി? കണക്കിന്റെ പീരീഡിൽ പീറ്റാണ് കളിച്ചത്. കളിച്ചാൻ പോയി. എത്രയിന്ന്? 6. നല്ല അടിയർക്കൊക്കെ കിട്ടണം. കുറച്ച് അടിന്റെ ഞാൻ പറഞ്ഞു കണക്ക് മാഷില്ല പീടിക്ക് പോകാൻ പറഞ്ഞു. അതിന്റെ കഴിഞ്ഞിട്ട് പീട്ടിയാണ് കണക്ക് മാഷ് വന്നു. ഏതായാലും കളിച്ചാൽ കളിച്ചോളിയാണ്. അല്ലെ ഗോപാല മാഷ് കണ്ണട പഞ്ച കണ്ണട ഇച്ച് കണ്ണ് കാണായിട്ട് വെച്ചാണ്. ഞാൻ തള്ളയിക്കുറിച്ച് എന്താ എഴുതിക്കണേ? കണ്ണിന് കുഴപ്പമില്ല. കണ്ണിന് കുഴപ്പമില്ല. തലവേദന ഉണ്ടോ? ഈ ഫോൺ നോക്കിട്ടേ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. വേറെ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ഫോണിൽ നോക്കാൻ അതിന്റെ ഒരു കണ്ണുണ്ട്. എഡിറ്റിംഗിനായിട്ട് വേറെ ഉണ്ടോ? അതേതാണ്? കന്നഡ അതിന്റെ പെങ്ങളൊക്കെ വെച്ചിനോ? അവർക്ക് ഞാൻ നടക്കേണ്ട ആവശ്യമില്ല. എന്തേ അറിഞ്ഞപ്പോ ഞാൻ ഉറക്കു വെച്ച് പെങ്ങ വന്നിക്ക നമ്മളൊന്നും ഉറങ്ങിനോ? ഉറങ്ങിയനിച്ച് പിന്നെ എന്തിനാ എന്നെ ഇവിടെ ചായ അടിച്ച കട്ടൻ ചായ കുടിച്ച് കുത്തിരിക്ക വാപ്പു. മക്കളെ കട്ടൻ ചായ ഇട്ട് വേറെ ചായ അല്ല, നല്ലൊരു സോഫ ഇട്ടെടുത്ത് കുത്തിരിക്കാനാ അവനെ കൊടുക്കുന്നത് കേട്ടോ. സോപ്പ് മറ്റേ മലയിൽ പറഞ്ഞ ബസ്സിന്റെ വരിക ആ കുണ്ടും കുഞ്ഞ അല്ല, മലയിൽ പറഞ്ഞ ബസ്സിനെ ഓർമ്മ. എന്നാലും എനിക്കൊരു സോഫി കുത്തിരിക്കാനാ ഇല്ലേക്കം വരക്കാൻ വന്നിട്ട്. എവിടെ ഇങ്ങനത്തെ സൗകര്യം കിട്ടുക? ഇപ്പൊ ശരിയാക്കി തരാം. ഉറക്കം വരുന്നുണ്ടോ? ഇല്ലല്ലോ. കണ്ണ് ചോദിക്കണം. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. എനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ പിയും അയാള് പണിക്കാനെ. ആര്? ആ ഇതിപ്പോ ഇതാണ് ഇവിടെ എല്ലാ ആളെ ഇത് പിയായി നിക്ക. ആരപ്പത്തില് മുതലാളി? കാരണം ഞാൻ രാവിലെ മുതൽ ഓൽക്കും പണ്ട് നയിച്ചല്ലേന്. രാവിലെ മുതൽ വണ്ടിയില് ഇയാളപ്പോ കടന്നുറങ്ങിക്കോ. ശരിക്കൊന്നും ഉറങ്ങി കുറച്ച്. രാവിലെ 8 മണിക്കാൻ ചെന്നിട്ട് ഒറ്റ ഉറക്കം. നല്ലൊരു ഉപകാരമായിട്ടൊന്ന് ഇത് വന്ന് ഇവരൊന്നും വീഡിയോയില് വരൂലേ? ആ ചെമ്പട്ടി ഇതൊക്കെ ഞാൻ ഒറ്റക്ക് പാരുക, താങ്ങി പിടിച്ച വീഡിയോ എടുക്കാനും ഗതിയോട് അങ്ങനെ കാട്ടും. ആയിക്കോട്ടെ. അടുത്ത ആഴ്ച വരക്കണം. 4 വേണ്ട. ഓൽക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ? പിന്നെ അത് കജോളം ഇവിടെ ഇങ്ങനെ കാവർക്ക് ഇത് മാത്രം അല്ലേ. 2 കസാല ഇട്ട് കൊടുക്കുക. ഇരുന്നോളി. ഇവിടെ ഒരു കസാലയും കൊടുക്കുക. 2 കസാല 2 കട്ടൻ ചായയും കൊടുക്കുക. കുടിച്ചൂട്ട് കയറുക. അളക്കി കൂടി കയറുക. അല്ല, ഇതൊന്നും കൊടുക്കണ്ട. കൊടുക്കോ? ഏത് ഏതായാലും ഉറപ്പാ? ഓർക്ക് എന്താ വേണ്ടിച്ചാരാ എനിക്ക് എന്നോട് അറിയില്ല. ആയിക്കോട്ടെ. വിളിച്ചപ്പ ഇവിടെ വരും. കാരണം വേണ്ട ഇല്ലൊക്കെ പടം അവിടെ കൊണ്ടു വെച്ചിട്ട് ഓർക്ക് പൈസയും കൊടുക്കണം. ഞാന് ഒന്നും കൊടുക്കണ്ട. ഓര് ഞാൻ ഇവിടെ കയറി 5 പേരുടെ മുറ്റത്താണ് കൊണ്ടേ ഇറക്കില്ല. ആ എനിക്ക് പോകാൻ വേണ്ടിക്കല്ലേ. ഇതിന് പറഞ്ഞ സമയം നോക്കട്ടെ. സമയം ഒന്നും ഇയാള് നോക്കേണ്ട കാര്യല്ല മനെ. സമയം എന്തിനാണോ നോക്കാൻ? എത്ര മണിക്കല്ലേ? 8:16 നേരാണ് വെറുതെ. അതാന്റെ കുട്ടിക്ക് പോകാൻ നേരം വെക്കുവോ? ഉറങ്ങണ്ടേ? എന്നാലേ നമുക്ക് പണി കിട്ടിയാലല്ലേ? അൽഹംദുലില്ലാ അല്ലേ? നാളെ ഉറങ്ങാൻ പറ്റുമോ? കുഞ്ഞാവാസിന്റെ ലേഖത്തില് നാളെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അത് കഴിഞ്ഞാ പോയാ ഉറങ്ങൂല. നമുക്ക് ഉറങ്ങിയാൽ നടക്കൂല. ഞാൻ അതിനാണ് ശനിയാഴ്ച ഇതാക്കണേ.
കഴിച്ചിട്ട് കുറച്ച് മാറ്റം തോന്നുന്നുണ്ട്. ഞാൻ പറ്റ മെലിഞ്ഞിട്ടേനു. പറ്റ മെലിഞ്ഞിട്ട് പറഞ്ഞാല് എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു ഇടങ്ങാറായിരുന്നു. അത്രക്കും മെലിഞ്ഞു. ഇപ്പൊ ഒന്നും ഇങ്ങനെ ജീവൻ വെച്ചുക്കണു. അപ്പൊ ഞാൻ ഒരു ബോട്ടിലൂടെയും കഴിക്കാന്ന് വിചാരിച്ചു. കമന്റ് ബോക്സിൽ എനിക്ക് എഴുതാനൊന്നും അറിയില്ല. പിന്നെ ലേഗ്യം നല്ല തന്നെ, ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ അൽഹംദുലില്ലാ ഞാൻ ഇപ്പം അത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ മോൾക്കും ഹസ്ബൻഡിനും മേടിച്ചതാണ്. പക്ഷേ മോൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർ രണ്ടാളും കൊണ്ടുപോയില്ല. അപ്പം ഞാനത് കഴിച്ചു. അപ്പം എനിക്ക് കുറേ കാലും കൈയ്യെല്ലാം നല്ല വേദന ഉണ്ടായിരുന്നു, കുറേ മരുന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പം നല്ല മാറ്റമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല തന്നെ ലേഗ്യം. അതാണ് ഞാനിപ്പോൾ പിന്നെ ഓർഡർ ആക്കി. കർക്കിടം തീർന്നതിനെക്കാട്ടി മുമ്പ് ഒരു കുപ്പിയും കൂടെ തിന്നാ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ അനക്കോ അവരെന്ത് കാട്ടിയാലും ഇങ്ങനെ 5 ലേഖം തിന്നിട്ട് ഏതായാലും ശക്തി ഉണ്ടായിക്കണം, അളക്കാൻ വെക്കുന്നുണ്ട്. എന്റെ ലേഖ നിന്നിട്ടാണ് ഈ കണ്ട പാടും പള്ളൊടിന്ന് പറയും പോലെ തന്നെ അല്ലേ. അന്ന ലേഖത്തിൽ എന്തോ ഒട്ടുവിന്റെ വെള്ളം വിടാൻ പറയും. അത് ഞാൻ പന്തൽ തുടങ്ങട്ടെ, എന്നിട്ട് എന്റെ ലേഖാണോ എന്റെ പന്തലാണോ എനിക്ക് കാണിച്ചു തരാം. തടിയാളെ കഴിക്കണ്ട ബാബ. ആ വണ്ടിയിൽ ഇന്ന് ഇങ്ങനെ പോയിട്ട് അവര് എടാ മരം മുറിച്ചാനും പോക്കുണ്ടോ? മരം മുറിച്ചാൻ പോക്കുണ്ടോ? ഇല്ലേ? മൂത്താക്കനെ വാങ്ങണ്ടേ, അവന് ചക്കത്തി മരിച്ചു. മക്കളെ കുഞ്ഞാവിനെയൊക്കെ പാവും ആറ്റിൽ നോറ്റി ഇങ്ങോട്ട് പോകുന്നും ചെയ്തു, പൊന്നങ്ങോട്ട് പോകാൻ കായില്ലാന്ന് പറയാം. എന്തിനാ അജ്മലുണ്ട്, അജ്മൽ കങ്കണിച്ച എന്തൊക്കെ ചേർന്ന് ആറ്റു നോറ്റിട്ട് പോരും ചെയ്ത് പോകാൻ കഴിയൂല എന്ന മാതിരി. അല്ല അതോടുകൂടെ നിർത്തുവോ? ഞാൻ അത് ചോദിച്ചട്ടെ. വേഗം വരകാൻ വരവ് വരും. റെഡിയാ? എന്താ നീ വിളിച്ചു? അപ്പൊ ഞാൻ പറയും, പാറി വരും. അല്ലെങ്കിൽ പറന്ന് വരും നമ്മൾ അജ്മലിന്റെ വൈക്കുമ്പോ. അറിഞ്ഞില്ല ആര്? കുഞ്ഞാവ കുഞ്ഞാ പറഞ്ഞു. എടി വിളിച്ചിട്ട് എന്താ പറയണേ? എന്താ വിളിച്ചു പറഞ്ഞു? എടി വിളിച്ചിട്ട് എന്താ കമന്റിൽ എഴുതിന്? കമന്റില് പറഞ്ഞു. അതെ. പിന്നെ നോക്കാണ് ചായ കഴിഞ്ഞു, അടുത്ത ചായ ഉണ്ട്. ഞാൻ കൊഴക്കൊണ്ടിപ്പോ വളക്കും വേണം ചായ ഇല്ല തെത്താത്. എത്ര ചായ കുടിച്ചു അപ്പൂജി അറിയുന്നോക്കെ? ഇന്നിപ്പോ എത്ര ചായ കുടിച്ചു? ഒരു ഹോർലിക്സ് കുടിച്ചു, ഒരു പാലും ചായ 2 കേക്കും. അത് 22 ഉപ്പിച്ച് ബില്ലായി. ഞാൻ കാലത്തപ്പം തന്നില്ല, എനിക്ക് വേണ്ടായിട്ടല്ലേ. കാലത്തപ്പത്തില് എറുമ്പാണ് ഞാൻ ഓള് കൊടുന്നത്. അർസത്തിന്റെ പേരെന്താണ്? പേര് പറ. ശരിയല്ലേ നിങ്ങള് സാധാരണ തെസ്ലി കൊടുന്ന കാലത്തപ്പല് എറുമ്പ്. ഇങ്ങോട്ട് ഓള് ഇഞ്ഞൊരു വാദിച്ചാ മതി, ഞാൻ അതിനും പോലെ വാക്കിയതാ. അതല്ലേ അപ്പോ ഞാൻ നല്ല കാര്യം പറഞ്ഞിട്ടുള്ളൂ. കാലത്തപ്പത്തില് എറുമ്പില്ലേ വാപ്പു? ആറേ അവർക്ക് വാപ്പുവോ പിന്നെ ഇതെന്താ എനിക്ക് ഒന്നും തന്നിട്ടില്ലാന്നോ? തന്നത് കയറിട്ട് പോയി. ഇന്നാളെ ആൾക്കാർ ചീത്ത ഇറങ്ങും കേട്ടോ. രസമുണ്ടോ? അനക്കായി മൂത്ത എത്ര വയസ്സ് ഇപ്പൊ എനിക്ക്? ഇച്ചോ ഇച്ചു 45 വയസ്സായിട്ടുള്ളൂ. ജലപഞ്ച പറ്റിക്കണ് വയസ്സറിയാതെ 45 വയസ്സുള്ളൂ. നിങ്ങൾ ചെറുക്കന് 19 വയസ്സായിട്ടുള്ളൂ. ഏത് ചെറുക്കന്? വലിയ ചെറുക്കന്. ചെറുക്കന്റെ വയസ്സൊക്കെയാണ്. ചെറിയൊരു 18-17 വയസ്സായിരിക്കും. കുഞ്ഞാവക്കോ? കുഞ്ഞാവ കല്യാണം മേലോ നടക്കത്തോ. മറ്റേ ഇത് നടക്കത്തമ്മാവന് പറഞ്ഞ മാതിരി നടക്കത്തമ്മ. അടുത്ത ആഴ്ച എന്താണ് ലേഖം വരക്കണം ആടിന്റെ. ആടാണോ? 2 കണ്ണ ഊരന്റെ ഭാഗം 2 കണ്ണ ഞാൻ മാറ്റി വെക്കും. അതിന് എന്താണ് ഇജ്ജ് വരുമ്പത്തിന് ഒക്കെ സൂപ്പ് ആയിട്ടുണ്ടല്ലോ. അത് ഇജ്ജ് വരുമ്പത്തിന് അത് കാരണം 2-3 ദിവസം മുന്നേ ഇജ്ജൊന്ന് വരുമോ? ഞാൻ 2 ആൾക്കാരായിട്ട് വരുന്നുണ്ട്. ആൾക്കാർ ഇവിടെ ഒരു പേരട്ടാണ്ടോ ഇനിയിപ്പോ ഇനിയും വരാങ്ങ പേർക്ക് 1 ലക്ഷം രൂപ രസല്ലേ? അയലൊക്കത്ത് ഞാനും കൂടി അല്ലല്ലേ വർത്താനം പറ. അതിനല്ലേ നിന്ന് തലട ഞാൻ അന്റെ പെങ്ങളെ മാതിരി അല്ലേ? പെങ്ങൾക്കായി കട്ടടുത്ത് അല്ലേ? എന്ത്
ഇവിടെ സോഫയിൽ ഇരിക്കാനാ വാപ്പനെ കൊടുക്കുന്നത്. ഇത് ഒരു പണി എടുത്തിട്ടില്ല. ഞാൻ പണിയെടുത്ത് പ്രേക്ഷകർ കാണുമല്ലോ, ചത് മതി. അല്ലട്ടാ, ഞാൻ വെറുതെ പറയണൊക്കെ, വെറുതെ തമാസക്ക് പറയട്ടില്ലേ മക്കളെ. ഇത് തെങ്ങുമ്പോലും കവുങ്ങുമ്പോലും ഒരേപോലെ തിളപ്പിട്ടായിരുന്നു. വാപ്പ് കൊയങ്ങിട്ട് കുത്തിരിക്കാണ്, കൊറച്ചേരം കുത്തിരിക്കും. പൊന്നാന്റെ മക്കളെ ചക്കരഞ്ഞുകൊണ്ട് ഉരുക്കിച്ചു, പിന്നെ ഇഞ്ചി ചായപ്പിച്ചു, പിന്നെ ലേഖം പെരുകാരണം അന്നത്തെ പണി പപ്പു. പിന്നെ അത് ഇങ്ങോട്ട് അങ്ങോട്ട് കൂടെ നടക്കും വേണം. കാര്യമായിട്ട് അതിനെ ആള് മാറി ഇളക്കാനും. ഇവരൊന്നും പിന്നെ വീഡിയോയില് വരൂല്ലല്ലോ. ഞാനല്ലേ വരുള്ളൂ. പിന്നെ ഇന്റെ തടിയ പണയം വെച്ചാൽ ആർക്ക് വേറെ ഒന്നുമില്ലല്ലോ. എവിടെ എന്നെ പണം വെച്ചിക്കണ്? അയ്യോ ജോലക്കാരോടെ സോഫയിൽ ഇട്ടാറല്ലോ. എന്റെ കമന്റ് ഒന്ന് വായിച്ചട്ടെ. എന്റെ പണയം വെച്ചൊക്കെ ഞാൻ കമന്റിലെന്താ പറയണേ? കമന്റിലെന്താ എനിക്ക് പണിയൊന്നല്ലോ താത്ത നല്ലതായി എന്ന് അറിയണേ വാപ്പു. അതാ പറയണത്. വാപ്പുവിന് പിന്നെ വീഡിയോയിൽ കൊടുക്കുന്നത് നന്നായി എന്നൊക്കെ പറയുന്നത്. അവർക്ക് നന്നായി ഞാനാ പറയുന്നത്. ഞാൻ അന്ന് മുടി ബാക്കിൽ മുടിയുണ്ട്. മുടിയൊക്കെ കുറിച്ച വാപ്പു. ആരാ വാപ്പു വിളിച്ചേ? ഈ വിളിച്ച ആളാരെന്ന് പറയാൻ തരാ. ഉമ്മൈകാരം. അജുമരി. ഉമ്മൈകാരം. അജുമരി 500 വെച്ചോ? ഞാൻ പറ്റില്ല. ഉമ്മൈകാരം. ഉമ്മാക്കല്ല ബേജാറുണ്ടാകാനോ ഒക്കെ.